മാഞ്ചിയാറിൽ 16-കാരിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. കാക്കാട്ടുകട സ്വദേശി ഉദയന്റെ മകൾ ശ്രീപാർവതിയാണ് മരിച്ചത്. വീടിന് പുറകിലുള്ള മുറിയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. അമ്മ കുഞ്ഞിനെ എറിഞ്ഞു കൊന്നു. ചെന്നൈ നീലാങ്കരയിലാണ് സംഭവം. 27-കാരിയാണ് 45 ദിവസം പ്രായമുള്ള തന്റെ ഇരട്ട കുട്ടികളിൽ ഒരാളെ കൊലപ്പെടുത്തിയത്. പ്രസവാനന്തര വിഷാദം മൂലമാണ് കൊലയെന്നാണ് വിവരം. കുട്ടികളിൽ ഒരാൾക്ക് ഭാരക്കുറവുണ്ടായിരുന്നു. കുഞ്ഞിന് ആരോഗ്യമില്ല എന്ന് കരുതിയും ആരോഗ്യം മെച്ചപ്പെടുത്താത്തതിനാലും യുവതി കുഞ്ഞിനെ വീടിന്റെ ടെറസിൽ നിന്ന് വലിച്ചെറിയുകയായിരുന്നു. ഇവരുടെ ഒരു കുഞ്ഞിന് 2.5 കിലോഗ്രാമും അടുത്ത കുഞ്ഞിന് 1.5 കിലോഗ്രാമുമായിരുന്നു ഭാരം. ഭാരക്കുറവുള്ള കുട്ടിക്ക് ഭക്ഷണം കഴിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടെന്നും ആരോഗ്യം കുറവാണെന്നും യുവതി പറയുമായിരുന്നതായി ബന്ധുക്കൾ പറയുന്നു. ഇതേ തുടർന്ന് യുവതി മാനസികമായി ബുദ്ധിമുട്ടിലായിരുന്നുവെന്നും ഇതാണ് കൊലയിലേക്ക് നയിച്ചതെന്നും പോലീസ് പറയുന്നു. സ്റ്റേഷനിൽ ഒളിക്യാമറ വെച്ച് വനിതാ പോലീസ് വസ്ത്രം മാറുന്ന ദൃശ്യങ്ങൾ പകർത്തിയ പോലീസുകാരൻ അറസ്റ്റിൽ. ഇടുക്കി വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരൻ വൈശാഖാണ് പിടിയിലായത്. സ്റ്റേഷനോട് ചേർന്ന് വനിതാ പോലീസുകാർ വസ്ത്രം മാറുന്ന സ്ഥലത്താണ് ഒളിക്യാമറ വെച്ച് ദൃശ്യങ്ങൾ പകർത്തിയത്. വനിതാ പോലീസ് ഉദ്യോഗസ്ഥയെ അവരുടെ നഗ്നചിത്രങ്ങൾ ഒളിക്യാമറയിൽ പകർത്തി ഉദ്യോഗസ്ഥയ്ക്ക് അയച്ചു നൽകുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ഇതേ തുടർന്ന് വനിതാ പോലീസ് ഉദ്യോഗസ്ഥ വനിതാ സെല്ലിൽ പരാതി നൽകുകയായിരുന്നു. പരിശോധനയിൽ സ്റ്റേഷനിൽ നേരത്തെ ജോലി ചെയ്തിട്ടുള്ള കൂടുതൽ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെ നഗ്നചിത്രങ്ങൾ കണ്ടെത്തി. വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ വസ്ത്രം മാറുന്ന മുറിയിൽ ഒളിക്യാമറ വെക്കുകയും ഇത് മൊബൈലിൽ കണക്ട് ചെയ്യുകയുമായിരുന്നു. ചെറുമകൻ മുത്തശ്ശിയെ കഴുത്ത് ഞെരിച്ചു കൊലപ്പെടുത്തി. ഇൻഡോറിലാണ് സംഭവം. ജ്ഞാന്തി ധനഞ്ജയ് എന്ന 65-കാരിയാണ് 28-കാരനായ വികാസ് കൊലപ്പെടുത്തിയത്. മദ്യപിക്കാൻ പണം നൽകാത്തതിനെ തുടർന്നായിരുന്നു കൊലപാതകം. കൊലപാതകത്തിന് ശേഷം മൃതശരീരം മുറിയിൽ ഒളിപ്പിക്കുകയായിരുന്നു. കൃത്യം നടത്തിയതിനു ശേഷം രാജസ്ഥാനിലേക്ക് കടക്കാൻ ശ്രമിച്ച യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. വികാസ് കടുത്ത മദ്യപാനിയായിരുന്നു. മദ്യപാനവും മർദ്ദനവും കാരണം ഇയാളുടെ ഭാര്യ 1 വർഷം മുമ്പ് പിരിഞ്ഞു പോയിരുന്നു. ഇവർക്ക് 7 വയസ്സുള്ള ഒരു പെൺകുട്ടിയും 5 വയസ്സുള്ള ഒരു ആൺകുട്ടിയുമുണ്ട്. ഈ 2 കുട്ടികളെയും കൊല്ലപ്പെട്ട മുത്തശ്ശിയാണ് വളർത്തിയിരുന്നത്. ത്രികോണ പ്രണയം അവസാനിച്ചത് കൊലപാതകത്തിൽ. യുവാവിനെ കൊന്ന് ഐസ്ക്രീം ഫ്രീസറിൽ ഒളിപ്പിച്ചു. സംഭവത്തിൽ കൊല്ലപ്പെട്ട യുവാവിന്റെ പെൺസുഹൃത്ത്, ബന്ധുക്കൾ ഉൾപ്പെടെ 6 പേരെ അറസ്റ്റ് ചെയ്തു. ത്രിപുരയിലാണ് സംഭവം. ഷെരീഫുൾ ഇസ്ലാമാണ് കൊടും ക്രൂരതയ്ക്ക് ഇരയായത്. യുവാവിന്റെ മരണത്തിൽ പെൺസുഹൃത്തിന്റെ ബന്ധുക്കളായ ഡോക്ടർ ദിബാഗർ സാഹ, ഇയാളുടെ മാതാപിതാക്കളായ ദീപക് സാഹ, ദേബിക സാഹ, സുഹൃത്തുക്കളായ ജയ്ദീപ് ദാസ്, നവനിത ദാസ്, അനിമേഷ് യാദവ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. ഷെരീഫുളും ചന്ദ്രപൂർ സ്വദേശിനിയുമായ 20-കാരിയായ യുവതിയും പ്രണയത്തിലായിരുന്നു. ഡോക്ടർ ദിബാഗർ സാഹയ്ക്ക് ഇതേ പെൺകുട്ടിയോട് പ്രണയമുണ്ടായിരുന്നു. അടുത്തിടെ പെൺകുട്ടിയുടെ പിതാവ് മരിച്ചു. ഇതിനുശേഷം വീട്ടിലെത്തിയ ദിബാഗർ പെൺകുട്ടിയെ ലൈംഗികമായി ചൂഷണം ചെയ്യാൻ ശ്രമിച്ചു. എന്നാൽ പെൺകുട്ടി അതിനെ എതിർത്തു. ഷെരീഫുളിനോടുള്ള ഇഷ്ടം കാരണമാണ് തന്റെ പ്രണയാഭ്യർത്ഥന സ്വീകരിക്കാത്തതെന്ന് മനസ്സിലായപ്പോഴാണ് ഇയാൾ കൊലപാതകം ആസൂത്രണം ചെയ്തത്. ഒരു സമ്മാനം നൽകാനുണ്ടെന്ന് പറഞ്ഞ് ഷെരീഫുളിനെ ദിബാഗർ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി. സുഹൃത്തുക്കളുടെ സഹായത്തോടെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. തുടർന്ന് മൃതദേഹം ഒരു ട്രോളി ബാഗിലാക്കി സൂക്ഷിച്ചു വെക്കുകയും ചെയ്തു. തൊട്ടടുത്ത ദിവസം ദിബാഗർ മാതാപിതാക്കളെ വിളിച്ചു വരുത്തി കാറിൽ മൃതദേഹം ഇവിടെ നിന്ന് മാറ്റി. ഇവർ മൃതദേഹം അവരുടെ കടയിലെ ഐസ്ക്രീം ഫ്രീസറിൽ ഒളിപ്പിക്കുകയായിരുന്നു. ഷെരീഫുളിനെ കാണാനില്ല എന്ന കുടുംബത്തിന്റെ പരാതിയിൽ നടത്തിയ അന്വേഷണത്തിലാണ് കൊലപാതകത്തിന്റെ ചുരുളഴിഞ്ഞത്. തെയ്യം കലാകാരന്റെ മരണം കൊലപാതകം. സുഹൃത്ത് കസ്റ്റഡിയിൽ. തെയ്യം കലാകാരൻ ഡി സതീശൻ എന്ന ബിജുവിനെ അയൽവാസിയായ തമ്പു നായികിന്റെ വീട്ടു വരാന്തയിലാണ് അബോധാവസ്ഥയിൽ കണ്ടെത്തിയത്. ഉടനെ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചു. പോസ്റ്റ്മോർട്ടത്തിൽ സതീശന്റെ കഴുത്തെല്ല് പൊട്ടിയതായി കണ്ടെത്തി. ശരീരത്തിന്റെ പിറകു ഭാഗത്തും ആന്തരിക അവയവങ്ങൾക്ക് പരിക്കുള്ളതായും കണ്ടെത്തിയിരുന്നു. ഇതിനു പിന്നാലെയാണ് സുഹൃത്ത് ചിദാനന്ദനെ ബേഡകം പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ചിദാനന്ദനും അയൽവാസിയായ ചോമണ നായികിന്റെ വീട്ടിലിരുന്ന് മദ്യപിക്കുന്നതിനിടെ വാക്കുതർക്കം ഉണ്ടാകുകയും കോലായിൽ ഇരുന്ന സതീശനെ ചിദാനന്ദൻ പിറകിൽ നിന്ന് തള്ളി താഴെയിടുകയുമായിരുന്നു. തലകുത്തി വീണ സതീശനെ പിന്നീട് ചിദാനന്ദൻ വരാന്തയിൽ എടുത്തു കിടത്തി. അബോധാവസ്ഥയിലായ സതീശൻ ഉറങ്ങുകയാണെന്ന് ധരിച്ച് ചിദാനന്ദൻ സ്ഥലത്തു നിന്ന് പോവുകയായിരുന്നു.